മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് LDF-ഉം CPI-എമ്മും ഉള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നണിയും ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPI-എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടി ഒരു തുടർഭരണത്തിന്റെ സാധ്യത ഇല്ലാതാക്കിയോ എന്ന സംശയം CPI-എമ്മിനും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ CPI-എമ്മും മറ്റു കക്ഷികളും ഒക്കെ തന്നെ ഈ ജനസമ്പർക്ക പരിപാടിയുമായിട്ട് വീട് വീടാത്തരം കയറിയിറങ്ങി ആളുകളെ കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും CPI-എമ്മിന്റെ ജനറൽ സെക്രട്ടറി വരെ വീട്ടിൽ കയറി ആഹാരം കഴിച്ച് അവരുടെ പാത്രം വരെ കഴുകി വെച്ചു കൊടുക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വോട്ടിനായിട്ട് ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് CPI-എം ഒരിക്കൽ കൂടി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കുന്ന ചില നടപടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തുടർഭരണം ഒരു അനിശ്ചിതത്വത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. LDF-ന് തുടർഭരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങൾക്കൊപ്പം നിന്നാൽ പിണറായി വിജയൻ ഒന്നും പേടിക്കേണ്ട, മൂന്നാമതും ഭരണം നടത്താം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇനി അങ്ങോട്ട് എത്ര കാലം വേണോ അത്രയും കാലം തുടർച്ചയായിട്ട് ഭരണത്തിലിരിക്കാം എന്നൊരു വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത്. അത് മറ്റാരുമല്ല, കേന്ദ്രത്തിലെ BJP നേതൃത്വം നൽകുന്ന NDA-യിലെ ഒരു സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ രാംദാസ് അതാവലെയാണ്. ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ ഒരു പരിപാടിക്കായി എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് തന്റെ മനസ്സിലിരിപ്പ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാം ഭരണം അല്ലെങ്കിൽ ഒരു തുടർഭരണം ഉറപ്പാക്കുവും എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയനെയും പാർട്ടിയെയും NDA-യിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ രാംദാസ് അതാവലെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, ഇനിയിപ്പോൾ പിണറായി വിജയൻ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, തങ്ങൾക്കൊപ്പം വരണം, NDA-യിലേക്ക് വരണം. ഇപ്പറയുന്ന പോലെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ പണം കേരളത്തിന് ലഭിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ തങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ തുടർഭരണം ഉറപ്പാണ്, അത് തങ്ങൾ ഉറപ്പാക്കി തരും എന്ന ഒരു വാഗ്ദാനമാണ് ഈ രാംദാസ് അതാവലെ പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം രാംദാസ് അതാവലെ എന്ന് പറയുന്നത് NDA-യിലെ ഒരു ചെറിയ കക്ഷിയാണ്. അദ്ദേഹത്തിന് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ വിലയിരുത്തിയപ്പോൾ തോന്നിയതാകാം ഒരുപക്ഷെ ഈ NDA-യിൽ BJP-യെക്കാളും ആ മുന്നണിയെ തന്നെ നയിക്കാൻ പ്രാപ്തിയുള്ള ശേഷിയുള്ള ഒരു പാർട്ടി CPI-എം ആണ്. എല്ലാം കൊണ്ടും BJP-യുടെ അജണ്ടകൾ, വർഗീയ അജണ്ടകൾ, ഫാസിസ്റ്റ് അജണ്ടകൾ എല്ലാം തന്നെ വളരെ ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് നടപ്പിലാക്കുന്ന, BJP-യേക്കാൾ, നരേന്ദ്രമോദിയേക്കാൾ, അമിത്ഷായേക്കാൾ വളരെ വേഗത്തിലും കാര്യപ്രാപ്തിയോടും കൂടി നടപ്പിലാക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും മുന്നണിയുമാണ് എന്ന രാംദാസ് അതാവലെ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ആ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം, ആ തിരിച്ചറിവിൽ നിന്നുമാകാം രാംദാസ് അതാവലെ പിണറായി വിജയനെ NDA-യിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഒരു തുടർഭരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് CPI-എം നടത്തിപ്പോകുന്ന ചില നീക്കങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവിനായിട്ട് CPI-എമ്മിന്റെ നേതാക്കളൊക്കെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പ്രസ്താവനകൾ നമുക്ക് മുന്നിലുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷമാണ് CPI-എമ്മിനെ സംബന്ധിച്ച് അത്തരമൊരു മനംമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിലെ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ തുടർഭരണം ഉറപ്പില്ല. അതുകൊണ്ട് ഒരു ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കണം, അങ്ങനെ മാത്രമേ തങ്ങൾക്ക് ഭരണത്തിലേറാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPI-എം ഈ പറയുന്ന കേരളത്തെ വർഗീയമായിട്ട് വിഭജിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം തീക്കളി കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷെ CPI-എമ്മും ഇടതുപക്ഷവും ഇത്രനാളും സ്വീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അങ്ങേയറ്റം വിദ്വേഷകരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചില രാഷ്ട്രീയമാണ് അവർ പയറ്റുന്നത് എന്നതാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നോക്കുകയാണെങ്കിൽ CPI-എമ്മിന്റെ സ്വതന്ത്രമായിട്ടുള്ള ചില നേതാക്കൾ, ഒന്ന് AK ബാലൻ, ഒപ്പം തന്നെ ഇന്നലെ 2 ദിവസം മുൻപ് പിണറായി മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ പരാമർശങ്ങളെല്ലാം തന്നെ കേരളത്തെ വർഗീയമായിട്ട് വിഭജിക്കുന്നതാണ്. കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിൽ ഒരു തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക്, അവരുടെ കയ്യിലേക്ക് തീപ്പന്തം വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും നിലപാടുകളുമാണ് CPI-എമ്മും അതിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പിണറായി വിജയനെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന, പിണറായി വിജയനെ തോളേറ്റി മുന്നോട്ട് പോകുന്ന SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്, പ്രസ്താവനകളാണ് നടത്തുന്നത്. ആ വെള്ളാപ്പള്ളി നടേശനെയും തള്ളിപ്പറയാൻ ഇതുവരെയും CPI-എമ്മോ അതിന്റെ നേതൃത്വമോ തയ്യാറായിട്ടില്ല. ഇന്ന് സജി ചെറിയാൻ ഏറെ വൈകി തന്റെ പ്രസ്താവനയിൽ ചില തിരുത്തലുകൾ അല്ലെങ്കിൽ പ്രസ്താവന താൻ പിൻവലിക്കുന്നു എന്ന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിലും അദ്ദേഹം പറയുന്നത്
തന്റെ പ്രസ്താവന വളച്ചൊടിക്കപ്പെട്ടതാണ്. താൻ ശരിയായിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ്, അത് മാധ്യമങ്ങളൊക്കെ തന്നെ വളച്ചൊടിച്ചു. അതിന്റെ പേരിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായി, ചിലർക്ക് വിഷമമുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് താൻ ഈ പറയുന്ന പ്രസ്താവന പിൻവലിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ ഒരു പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പിലൂടെയെങ്കിലും ആ പ്രസ്താവന പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി ഒരു തീപ്പൊരി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രസ്താവന പിൻവലിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും CPM കഴിഞ്ഞ കുറെ കാലമായിട്ട് നടത്തിപ്പോരുന്ന വർഗീയമായിട്ടുള്ള രാഷ്ട്രീയം, അത് കേരളത്തെ വലിയ രീതിയിലാകും ഒരു ദുരന്തത്തിലേക്ക് നയിക്കുക. അപ്പോൾ അതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാകും CPM-ന് നിലവിലെ ഈ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടാകണം കേന്ദ്രത്തിലെ BJP-യുടെ കൂട്ടുകാരായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അതാവലെ പിണറായി വിജയനെ NDA-യിലേക്ക് ക്ഷണിച്ചത്. ഇതുവരെ CPM-ന്റെ നേതാക്കളിൽ നിന്നൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ ആ ക്ഷണം സ്വീകരിക്കുമോ എന്ന BJP-യും NDA-യും ഒക്കെ തന്നെ വളരെ ആശങ്കയോടുകൂടി അല്ലെങ്കിൽ അത്ഭുതത്തോടുകൂടി കാത്തിരിക്കുകയാണ്. വരും ദിനങ്ങളിൽ ഇതുമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന CPM-ന് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം കൂടിയാണത്. നമുക്കറിയാം BJP-യെ സംബന്ധിച്ച് കോൺഗ്രസിനെക്കാളും CPM അധികാരത്തിൽ വരുന്നതാണ് അവരെ സംബന്ധിച്ച് നല്ലത്. കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അധികാരത്തിന് പുറത്തു നിർത്തുക ഇതാണ് BJP ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഒരു CPM BJP അന്തർധാര കേരള രാഷ്ട്രീയം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും UDF-ഉം കോൺഗ്രസ് നേതൃത്വവും പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് NDA-യിലെ BJP-യുടെ ഒരു സഖ്യകക്ഷിയായ ഒരു പാർട്ടി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്.